നമസ്കാരം. വിബിസിയുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. ജില്ലാ പഞ്ചായത്ത് മൂലമറ്റം ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി പ്രൊഫസർ MJ ജേക്കബിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൂലമറ്റത്ത് നടന്ന കുടുംബസംഗമം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം തൊടുപുഴയിൽ നടന്നു. പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ എന്നിവർക്കുള്ള പരിശീലനമാണ് നടന്നത്. തൊടുപുഴ ഡിവൈൻ മേഴ്സി ഷ്രൈൻ ഓഫ് ഹോളി മേരിയിൽ ദൈവമാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ ആരംഭിച്ചു. തൊടുപുഴ ടൗൺ പള്ളി വികാരി റവറൻഡ് ഡോക്ടർ ജിയോ തടിക്കാട്ട് കൊടിയേറ്റി. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിലെ തൊണ്ടിക്കുഴിയിൽ പൊതുസ്ഥലത്ത് രാഷ്ട്രീയ പാർട്ടികൾ പതിപ്പിച്ച പോസ്റ്ററുകൾ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് എത്തി നീക്കം ചെയ്തു. ആനയും കടുവയും കാട്ടുപോത്തുകളുമുള്ള വനത്തിലൂടെ പകൽ മുഴുവൻ നടന്ന് ഉടുമ്പന്നൂരിലെത്തി വോട്ട് ചെയ്ത ഓർമ്മയാണ് കഞ്ഞിക്കുഴി ഇഞ്ചപ്പാറയിലെ ആദിവാസി മുത്തശ്ശി മുണ്ടിയമ്മയ്ക്കുള്ളത്. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. ജില്ലാ പഞ്ചായത്ത് മൂലമറ്റം ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി പ്രൊഫസർ MJ ജേക്കബിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൂലമറ്റത്ത് നടന്ന കുടുംബസംഗമം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പിൽ ഇവർക്കെതിരെ വിധി എഴുതണമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മൂലമറ്റം ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി പ്രൊഫസർ MJ ജേക്കബിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൂലമറ്റത്ത് നടന്ന കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയാണ് ഈ സർക്കാർ സംസ്ഥാനത്തിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. PSCയെ നോക്കുകുത്തിയാക്കി പാർട്ടി പ്രവർത്തകരെ തിരികെ കയറ്റി തൊഴിലന്വേഷിക്കുന്ന യുവജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്. കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും കടുത്ത പ്രതിസന്ധിയാണ്. പൊതുമേഖലയെ നഷ്ടത്തിലാക്കിയും പിൻവാതിൽ നിയമനം നടത്തിയും ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയെയും താറുമാറാക്കിയ ഒരു സർക്കാരാണിതെന്നും ഉമ്മൻചാണ്ടി കുറ്റപ്പെടുത്തി. പക്ഷേ ഇവര് സമരം ചെയ്യുമ്പോൾ അതിനെ തെറ്റും ശരിയും തിരിച്ചറിയണം. അവർക്കൊരു യോഗത്തിന് മറുപടിയില്ല. പിണറായി വിജിലൻസ് എന്തിനാ കേസെടുത്തത്? അത് ശിശുവാർഗം വഹിക്കാനും വിജിലൻസ് ലൈഫ് മിഷനിലെ കമ്മീഷൻ അതിന്റെ അഴിമതി അതിന് കേസെടുത്തത്. കഴിഞ്ഞ ദിവസം വ്യാപകമായ റെയ്ഡ് നമ്മുടെ ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ഗവൺമെന്റിന്റെ സ്ഥാപനം നടത്തിയിട്ടുണ്ട്. ഡോക്ടർ തോമസ് ഐസക് അതിനെ എതിർക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രി അതിനെ അനുകൂലിക്കുന്നു. റെയ്ഡ് നടത്തിയ വിജിലൻസ് പറയുന്നു വ്യാപകമായ അഴിമതിയുണ്ട്, ഞങ്ങൾ നടപടിയായി മുന്നോട്ട് പോകും. അതിനൊക്കെ എന്താ പറയുന്നത്? യോഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ MK പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ഡീൻ കുര്യാക്കോസ് MP, KPCC ജനറൽ സെക്രട്ടറി റോയ് K പൗലോസ്, DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ, UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് S അശോകൻ, സ്ഥാനാർത്ഥി പ്രൊഫസർ MJ ജേക്കബ്, മാർട്ടിൻ മാണി, ഇമ്മാനുവൽ ചെറുവള്ളാത്ത്, സാം ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം തൊടുപുഴയിൽ നടന്നു. പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ എന്നിവർക്കുള്ള പരിശീലനമാണ് നടന്നത്. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ റഹീമ BV സ്വാഗതം പറഞ്ഞു. റിട്ടേണിംഗ് ഓഫീസർ VK നഹാസ് ആമുഖ പ്രസംഗം നടത്തി. PV മണിലാൽ ക്ലാസ് എടുത്തു. അത് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് നിലവിൽ ഏതായാലും സ്ഥാനാർത്ഥികളെ ഞാൻ നോക്കി. അപ്പോൾ സ്ഥാനാർത്ഥിയിൽ 5-ൽ കൂടുതലൊന്നും ഒരിടത്തും പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 3 ബാലറ്റ് യൂണിറ്റും ഒരു കൺട്രോൾ യൂണിറ്റിൻ്റെ ആവശ്യമുള്ളൂ. VVPAT ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടിക്കഴിയുമ്പോൾ
കൺട്രോൾ യൂണിറ്റിൽ അത് തുറന്നു നോക്കാം. അവിടെ കൈപ്പറ്റിയ ശേഷം അതിൻ്റെ നമ്പർ, ആ കേസിലെ നമ്പറുമായിട്ട് ഒത്തുനോക്കുക, അത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ഇത്രയൊക്കെ ചെയ്യാം, പ്രാഥമിക ചെക്ക്. കാരണം അവിടെ തന്നെ ഏതെങ്കിലും കാരണവശാൽ റെക്ടിഫൈ ചെയ്യാൻ പറ്റിയ കാര്യമാണെങ്കിൽ പിന്നെ പോളിംഗ് ബൂത്തിൽ പിറ്റേ ദിവസം നോക്കോളിൻ്റെ സമയത്ത് ടെൻഷൻ അടിക്കുന്ന അന്ന് തന്നെ കൺട്രോൾ യൂണിറ്റിൻ്റെ നമ്പരും ആ കേസിൽ അഡ്രസ് ടാഗിൽ എഴുതിയേക്കുന്ന നമ്പർ, കേസിൽ നമ്പറുണ്ട്, ആ ടാഗ്, ഈ കൺട്രോൾ യൂണിറ്റിൻ്റെ നമ്പർ, ഇതൊക്കെ ഒത്തുനോക്കുക, അത് ഉറപ്പുവരുത്തുക. അത് തന്നെയാണെന്ന് നമുക്ക് ബൂത്തിലേക്കാണുള്ളത്. നമ്മുടെ ബൂത്ത് അറിയാം, കാരണം നമുക്കത് അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അവിടെ ചെല്ലുമ്പോൾ. 34 വാർഡ് കട്ടപ്പന, അത്രയാണ് നമുക്ക്. അപ്പോൾ ആകെ ഈ 16 പ്ലസ് ഈ ബ്ലോക്ക് ഡിവിഷൻ 8, അത് ഓരോ ബ്ലോക്ക് ഡിവിഷനും 13 ഡിവിഷൻ വെച്ചിട്ടുണ്ട്. ഓരോ ബ്ലോക്കിനും 13 ഡിവിഷൻ വെച്ചിട്ടുണ്ട്. 13 × 8 104 നമുക്ക് ബ്ലോക്ക് ഡിവിഷൻ മൊത്തം ഉള്ളത്. അതിനുശേഷം 52 പഞ്ചായത്തായിട്ട് 729 വാർഡുണ്ട്. പിന്നെ ഈ 2 മുനിസിപ്പാലിറ്റി. അപ്പോൾ ഈ 104, 16, 729, 35, 34 ഉൾപ്പെടെ നമുക്ക് 981 വാർഡ്, അതായത് 981 നിയോജക മണ്ഡലത്തിലേക്കാണ് നമുക്കിപ്പോൾ ഇത്. നമ്മുടെ അസംബ്ലി ഒരു നിയോജക മണ്ഡലം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഓരോ വാർഡുമാണ് ഈ നിയോജക മണ്ഡലം പഞ്ചായത്തിനെ സംബന്ധിച്ച്. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി ജോയി മൈലാടിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ DCC ജനറൽ സെക്രട്ടറി NI ബെന്നി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് ജോയ് ചെമ്മാരപ്പള്ളി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി V താജുദ്ദീൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KM ഹംസ, DCC എക്സിക്യൂട്ടീവ് മെമ്പർ സോയി ജോസഫ്, അലക്സ് പുത്തൻപുര, ജിമ്മി കിഴക്കേക്കര, ബെന്നി വെട്ടിമറ്റം, 4-ാം വാർഡിലെ സ്ഥാനാർത്ഥി രേഖ പുഷ്പരാജൻ, ജിസൺ കിഴക്കേക്കുന്നേൽ, ബിനോയ് മലയിൽ, ബിജു, ഹെൻറി കലയന്താനി തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് മൂലമറ്റം ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി പ്രൊഫസർ MJ ജേക്കബിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കോളപ്രയിൽ നടന്നു. KPC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ആളെ കിട്ടാത്ത സാഹചര്യമാണ് തൊടുപുഴയിൽ CPM-നെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ജില്ലാ പഞ്ചായത്ത് മൂലമറ്റം ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി പ്രൊഫസർ MJ ജേക്കബിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കോളപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ MK പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ഡീൻ കുര്യാക്കോസ് MP, KPCC ജനറൽ സെക്രട്ടറി റോയ് K പൗലോസ്, DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ, UDF ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് S അശോകൻ, അഡ്വക്കേറ്റ് EM ആഗസ്തി, സ്ഥാനാർത്ഥി പ്രൊഫസർ MJ ജേക്കബ്, ജോൺ നെടിയപാല, NI ബെന്നി, ചാർലി ആന്റണി, ടോമി കാവാലം, MD ഹരിബാബു, TM സലീം, തോമസ് മുണ്ടയ്ക്കപ്പടവിൽ, ബ്ലേസ് G വാഴിയിൽ, അഡ്വക്കേറ്റ് KK മനോജ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സ്ഥാനാർത്ഥികളെ KPCC പ്രസിഡന്റ് പരിചയപ്പെടുത്തി. കോളപ്രയിൽ UDF സ്ഥാനാർത്ഥി സംഗമത്തിൽ കുടയത്തൂർ ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡ് UDF സ്ഥാനാർത്ഥി ഉഷാ വിജയൻ അവതരിപ്പിച്ച ചെണ്ടമേളം കൗതുകമായി. KPC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രവർത്തകരും മേളം ആസ്വദിച്ചു. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സ്വീകരിക്കുന്ന അതേ നയം തന്നെയാണ് കേരളത്തിൽ കർഷകരോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഭാഗമായി ഇടുക്കിയിലെത്തിയ ഉമ്മൻചാണ്ടി വാഴത്തോപ്പിൽ UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. സർക്കാർ കർഷകരെ ദ്രോഹിക്കുകയാണ്. ഉപാധിരഹിത പട്ടയം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ആ വാഗ്ദാനം പാലിച്ചില്ല. അതിനു പുറമെ കർഷകന് നിലവിലുണ്ടായിരുന്ന അവകാശങ്ങൾ പോലും എടുത്തു കളയുക. ഇത് ഒരു വിധത്തിലും അംഗീകരിക്കാനാവില്ല. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി കർഷകരെ കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല. അതേ രൂപമാണ് കേരളത്തിൽ പിണറായി വിജയൻ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കും. ഈ തെരഞ്ഞെടുപ്പ് അതിനുള്ള ഒരു മറുപടിയായിരിക്കും എന്നാണ്. നിശ്ചയമായിട്ടും സ്വാഭാവികമല്ലേ. കർഷകർ അസ്വസ്ഥരാണ്. ഇന്ത്യയിലെ കർഷകർ അസ്വസ്ഥരാണ്, കേരളത്തിലെ കർഷകർ അസ്വസ്ഥരാണ്. അതിനുള്ള തിരിച്ചടി നിശ്ചയമായിട്ടും ഉണ്ടാകും. ഒരു പ്രധാനമന്ത്രി കർഷകരെ കാണില്ല, കേൾക്കില്ല, അവർക്ക് സമരം ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ എല്ലാ പ്രധാനമന്ത്രിമാരും കർഷകരെ അംഗീകരിച്ചുകൊണ്ട് കർഷകരുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഭരിച്ചവരാണ്.
ആനയും കടുവയും കാട്ടുപോത്തുകളുമുള്ള വനത്തിലൂടെ പകൽ മുഴുവൻ നടന്ന് ഉടുമ്പന്നൂരിലെത്തി വോട്ട് ചെയ്ത ഓർമ്മയാണ് കഞ്ഞിക്കുഴി ഇഞ്ചപ്പാറയിലെ ആദിവാസി മുത്തശ്ശി മുണ്ടിയമ്മയ്ക്കുള്ളത്. 100 വയസ്സുള്ള മുണ്ടിയമ്മ ഈ തെരഞ്ഞെടുപ്പിലും നല്ല സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ആനയും കടുവയും കാട്ടുപോത്തുകളുമുള്ള വനത്തിലൂടെ പകൽ മുഴുവൻ നടന്ന് ഉടുമ്പന്നൂരിലെത്തി വോട്ട് ചെയ്ത ഓർമ്മയാണ് കഞ്ഞിക്കുഴി ഇഞ്ചപ്പാറയിലെ ആദിവാസി മുത്തശ്ശി മുണ്ടിയമ്മയ്ക്കുള്ളത്. 100 വയസ്സുള്ള മുണ്ടിയമ്മ ഈ തെരഞ്ഞെടുപ്പിലും നല്ല സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനൊരുങ്ങുകയാണ്. കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഇടുക്കിയിലെ കുടിയേറ്റ കാലത്ത് കാടും മേടും താണ്ടിയെത്തി വോട്ട് ചെയ്ത ഓർമ്മ ഇപ്പോഴും മുണ്ടിയമ്മയുടെ മനസ്സിൽ ഒളിമങ്ങാതെയുണ്ട്. ഇടുക്കി ഇഞ്ചപ്പാറയിലെ ഊരാളി മുത്തശ്ശി മുണ്ടിയമ്മ. പ്രായം 100. കണ്ണാടിപ്പായ മെടയാനറിയാം. നാടൻ പാട്ടുകൾ പാടാനറിയാം. കാടും മേടും താണ്ടി കഷ്ടപ്പെട്ട് ജീവിച്ചു. മനുഷ്യരെക്കാളേറെ മൃഗങ്ങളുണ്ടായിരുന്ന കാലത്ത് നെല്ലും കപ്പയും കൃഷി ചെയ്ത് ഭക്ഷണത്തിനുള്ള വക കണ്ടെത്തി. മക്കളും കൊച്ചുമക്കളും സൗകര്യങ്ങളും ഒക്കെ ആയെങ്കിലും ഈ മുത്തശ്ശി കഴിഞ്ഞതൊന്നും മറന്നിട്ടില്ല. പ്രായം 100 ആയെങ്കിലും തന്നാലാവുന്ന ജോലികളൊക്കെ ഇപ്പോഴും ചെയ്യും. മക്കളെയും കൊച്ചുമക്കളെയും നെയ്ത്ത് പരിശീലിപ്പിച്ചിട്ടുണ്ട്. മക്കൾ കൊണ്ടുവന്നു കൊടുക്കുന്ന മുള കീറിയെടുത്ത് കണ്ണാടിപ്പായയും കുട്ടയും വട്ടിയും പനമ്പുമെല്ലാം മെടയുന്ന മുണ്ടിയമ്മ ഈണത്തിൽ നാടൻ പാട്ടുകൾ പാടും. നിരവധി പുരാണ കഥകളും പാട്ടുകളുമെല്ലാം അമ്മയുടെ മനസ്സിലുണ്ട്. വാടി മുത്തി ഉറിഞ്ഞി കമ്പിണി തേന കണ്ടേനെ, വാടാ മുത്ത വെള്ളിമല മേലത്തേന കണ്ടേനെ, കുക്കൂറ മാലിക്കോ വരുന്നതേനെ, ആരാര കണ്ണിനി കമ്പിടിയേനെ, ചക്കിമാരിരുവേരോ നാമിരുവേരോ കാട്ടുകൂറുമാര കണ്ണിനി കമ്പടിതേനെ, അമ്പകന്തുമ്പക നാരണനെ, അമ്പകന്തുമ്പക നാരണനെ, കത്തൂരി വെരുകൂരി നാരണനെ, മുള്ളന്മാടയിലും കിടന്നേനെ, മൂവാണ്ടും കിടന്നേനെ, മുള്ളൻ ചൂളുകുമേ നാരണനെ, അങ്ങന്മാടയിലും കിടന്നേനെ, ആരാണ്ടും കിടന്നേനെ. നാടിനും മനുഷ്യർക്കും നന്മ ചെയ്യുന്ന നല്ല ആളുകൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരണമെന്നാണ് മുണ്ടിയമ്മയുടെ ആഗ്രഹം. അതിനായി ഈ തെരഞ്ഞെടുപ്പിലും മുണ്ടിയമ്മ വോട്ട് ചെയ്യും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും സെക്രട്ടറിയായും പ്രവർത്തിക്കാൻ അവസരം ലഭിച്ച ടിമ്പിൾ മാഗി. വെള്ളിയാമറ്റം സ്വദേശിനിയായ ടിമ്പിൾ മാഗി ഇപ്പോൾ ഫിനാൻസ് വകുപ്പിൽ ജോയിന്റ് ഡയറക്ടറാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും സെക്രട്ടറിയായും പ്രവർത്തിച്ച് ഇപ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ജോയിന്റ് ഡയറക്ടറായ ടിമ്പിൾ മാഗി വ്യത്യസ്തയാകുന്നു. വെള്ളിയാമറ്റം സ്വദേശിനിയായ ടിമ്പിൾ മാഗിയുടെ പ്രവർത്തനം ഗ്രാമപഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ടായിരുന്നു. LLB പഠനം പൂർത്തിയാക്കിയ അവസരത്തിലാണ് ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ലഭിക്കുന്നത്. അങ്ങനെ 1995 വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിൽ നിന്നും മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1995 മുതൽ 2000 വരെ വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിക്കാനും അവസരം ലഭിച്ചു. ഈ കാലഘട്ടത്തിൽ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ്, മികച്ച സോഷ്യൽ വർക്കർക്കുള്ള സംസ്ഥാന അവാർഡ് എന്നിവ ലഭിച്ചിരുന്നു. തുടർന്ന് 2001 തൊടുപുഴ കോടതിയിൽ അഭിഭാഷകയായി പ്രവർത്തനം ആരംഭിച്ചു. 2002 PSC നടത്തിയ പഞ്ചായത്ത് സെക്രട്ടറി തസ്തികയിൽ നേരിട്ട് ടെസ്റ്റ് എഴുതി 1ാം റാങ്കോടെ പാസ്സായി കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ ജോലിയിൽ പ്രവേശിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി ആയത് ആദ്യ സംഭവമായതിനാൽ അക്കാലത്ത് വാർത്തകളിലും സ്ഥാനം പിടിച്ചു. സെക്രട്ടറി, ജൂനിയർ സൂപ്രണ്ട്, പെർഫോമൻസ് ഓഡിറ്റ് സൂപ്പർവൈസർ തുടങ്ങിയ തസ്തികകളിൽ വിവിധ പഞ്ചായത്തുകളിലും ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലും പ്രവർത്തിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടറുടെ അഡീഷണൽ ചാർജിൽ ജോലിക്ക് പുറമെ ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ, ODF നോഡൽ ഓഫീസർ എന്ന അധിക ജോലിയും ചെയ്യുവാൻ അവസരം ലഭിച്ചു. 2017 ബെസ്റ്റ് സിവിലിയൻ അവാർഡും ലഭിച്ചിരുന്നു. 50 ദിവസം 100 കുളം പദ്ധതി നല്ല രീതിയിൽ നടപ്പാക്കിയതിന് മുഖ്യമന്ത്രിയുടെയും ധനകാര്യമന്ത്രിയുടെയും പ്രശംസാപത്രവും ടിമ്പിൾ മാഗിക്ക് ലഭിച്ചിരുന്നു. 2019 പ്രളയകാലത്ത് എറണാകുളം ജില്ലയിൽ വെള്ളം കയറിയത് മൂലമുണ്ടായ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് ജില്ലയുടെ നോഡൽ ഓഫീസറായി നിയമിച്ചു. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിലും വിജയം കണ്ടത് ഏറെ പ്രശംസ നേടിയിരുന്നു. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഈ സേവനങ്ങളെക്കുറിച്ച് വിവിധ സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും ഏറ്റവും മികച്ചതായി അവതരിക്കപ്പെട്ടതിന് കേന്ദ്ര ഊർജ്ജ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയലിൽ നിന്നും പ്രശംസാപത്രം ലഭിച്ചിരുന്നു. കേരളത്തിൽ തെരുവുനായ ആക്രമണങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ ആനിമൽ ബർത്ത് കൺട്രോൾ നടപ്പാക്കുന്നതിന് പ്രയോജനകരമായ പദ്ധതി ആവിഷ്കരിച്ച് കുന്നുകര ഗ്രാമപഞ്ചായത്തിന്റെ ABC പ്രോജക്റ്റ് തയ്യാറാക്കി നടപ്പാക്കിയതിലും പ്രശംസ പിടിച്ചുപറ്റി. ഹരിത കേരള മിഷൻ എറണാകുളം ജില്ലാ കോർഡിനേറ്ററായും മികച്ച പ്രവർത്തനം നടത്തിയിരുന്നു.
ഡെപ്യൂട്ടി ഡയറക്ടറായി വയനാട്ടിൽ ജോലി ചെയ്തപ്പോഴും മികച്ച പ്രവർത്തനം നടത്തിയതിന് അംഗീകാരം ലഭിച്ചിരുന്നു. വയനാട്ടിൽ പ്രളയ സഹായങ്ങൾ എത്തിച്ചതിന് രാഹുൽ ഗാന്ധിയുടെ ഉൾപ്പെടെ പ്രശംസ ടിംപിൾ മാഗിക്ക് ലഭിച്ചിരുന്നു. പഠനം കഴിഞ്ഞ കാലഘട്ടത്തിൽ ജനപ്രതിനിധിയായി പ്രവർത്തിച്ച് ലഭിച്ച അനുഭവം പിന്നീട് സർക്കാർ ഉദ്യോഗസ്ഥയായപ്പോൾ ഏറെ ഗുണം ചെയ്തതായി ടിംപിൾ മാഗി പറഞ്ഞു. ജനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് നാടിന് വേണ്ടതെന്ന അഭിപ്രായമാണ് ഈ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് ഉള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവേശ ചൂടിൽ കോവിഡ്-19 പശ്ചാത്തലത്തിൽ പരിമിതമായ സാഹചര്യത്തിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമാകുന്നത്. അവരുടെ വിശേഷങ്ങളിലേക്ക്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആവേശ ചൂടിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പരിമിതമായ സാഹചര്യങ്ങളിലാണ് വിവിധ രാഷ്ട്രീയ കക്ഷികൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. BBC ചാനൽ സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ ടൗണിൻ്റെ ഭാഗം ഉൾപ്പെടുന്ന 7-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി മുഹമ്മദ് അഫ്സലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടം വീട് കയറിയുള്ള പ്രവർത്തനം ഒരു ഘട്ടം പൂർത്തിയായിരിക്കുന്നു. എങ്ങനെയുണ്ട് വോട്ടർമാരുടെ പ്രതികരണം? വോട്ടർമാരുടെ പ്രതികരണം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ താമസിക്കുന്നൊരു വാർഡാണിത്. എനിക്കിവിടെയുള്ള ഓരോ വീട്ടിലെയും ആളുകളെയും എൻ്റെ കുടുംബാംഗങ്ങളെ പോലെ എനിക്കറിയുകയും അവർക്ക് എന്നെ അറിയുകയും ചെയ്യുന്ന ഒരു പ്രത്യേക അനുകൂല സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ആളുകൾക്ക് വളരെ ആവേശകരമായ ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വല്ലാത്ത ആളുകളുടെ സ്നേഹവും വല്ലാത്ത ആളുകൾ നമ്മളെ ചേർത്ത് നിർത്തുകയും നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും നമുക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യത്തെ അല്ലെങ്കിൽ പ്രത്യേക അനുകൂലമായിട്ടുള്ള ട്രെൻഡ് ഞാനിവിടെ കാണുകയാണ്. അത് എനിക്ക് വലിയ ആവേശമുണ്ടായിട്ടുണ്ട്. ഊണും ഉറക്കവും ഒഴിച്ച് ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ, വയസ്സായ മുതിർന്നവർ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ മറ്റ് കക്ഷി രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവർ പോലും ഈ വാർഡിന് അഫ്സലിനെ പോലൊരാളാണ് ഈ വാർഡിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. ഞാനൊരു സാധാരണക്കാരനാണ്. അവരോട് എല്ലാവരോടും ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഞാനൊരു രാഷ്ട്രീയം പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയം പറയേണ്ട വേദികളിൽ നമുക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്യാം. പക്ഷേ നാടിൻ്റെ പുരോഗതിക്കും വാർഡിൻ്റെ പുരോഗതിക്കും അതിൻ്റെ സമഗ്രമായ വികസനത്തിനും രാഷ്ട്രീയത്തിനപ്പുറമുള്ള കാഴ്ചപ്പാടാണ് വേണ്ടത്. അതിന് പറ്റുന്ന തരത്തിൽ ആളുകളെ ഇടപെടിപ്പിച്ചുകൊണ്ട് എന്താണ് നമുക്കിവിടെ ചെയ്യുവാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മറ്റ് വിയോജിപ്പുകൾ മാറ്റിവെച്ചുകൊണ്ട് നാടിൻ്റെ വാർഡിൻ്റെ വികസനത്തിന് ഈ മുനിസിപ്പാലിറ്റിയിലെ 35 വാർഡുകളുടെ മാതൃകാ വാർഡായിട്ട് ഈ വാർഡിനെ മാറ്റിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ലക്ഷ്യമായി മുന്നോട്ട് പോയിക്കൊണ്ടാണ്, ആ ലക്ഷ്യം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഞാൻ ഓരോ വോട്ടർമാരെയും നേരിൽ കണ്ടുകൊണ്ട് ഞാൻ എനിക്ക് വോട്ട് ചോദിക്കുന്നത്. തൊടുപുഴ പുളിമൂട്ടിൽ കവല മുതൽ മങ്ങാട്ടുകല ബസ് സ്റ്റാൻഡ് വരെ ഉൾക്കൊള്ളുന്ന തൊടുപുഴ പട്ടണത്തിൻ്റെ ഹൃദയഭാഗമെന്ന് പറയുന്ന ഈ വാർഡ്, അത്തരം സാധാരണക്കാരായ നിരവധി ആളുകളുടെ ജീവിത പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഇവിടെ ഈ ജനങ്ങളുമായിട്ട് സംവദിക്കുമ്പോൾ അവരോട് പറയുന്നത്, എന്നെ നിങ്ങൾ തിരഞ്ഞെടുത്ത് ഈ വാർഡിൻ്റെ കൗൺസിലറായിട്ട് വിട്ടാൽ, തിരഞ്ഞെടുക്കപ്പെട്ടാൽ, അത് മുൻ കൗൺസിലർമാർ തുടങ്ങി വെച്ച നിരവധി വികസന പ്രവർത്തനങ്ങളുണ്ട്. ആ കൗൺസിലർമാർ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതൊരു ലക്ഷ്യമാണ്. ഇവിടെ തൊടുപുഴ ബോയ്സ് സ്കൂളുമായി കേന്ദ്രീകരിച്ചുമെല്ലാം ഇവിടുത്തെ ഒരുപാട് സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ താരങ്ങൾ പ്രദീപ് കുമാർ ഉൾപ്പെടെയുള്ളവർ കാൽപന്ത് തട്ടി കളിച്ച് രാജ്യത്തിന് വിളിച്ചും പ്രശസ്തി നേടിയ ഈ തൊടുപുഴ ബോയ്സ് സ്കൂളിലെ ആ ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ളവർ ഇന്ന് യഥാവിധി കളിക്കാൻ പറ്റാത്ത, നമ്മുടെ ഒരുപാട് ഫുട്ബോൾ പ്രേമികൾക്ക് യഥാവിധി കളിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവരുടെ സ്പോർട്സ് ഇനങ്ങളിൽ അവർക്ക് ഒരുപാട് കഴിവ് തെളിയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിൽക്കുന്നുണ്ട്. അടിയന്തരമായിട്ട് എന്താണ് പരിഹരിക്കുക എന്നിട്ട് തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ ഒരു സ്പോർട്സ് ഹബ്ബായിട്ട് ഈ വാർഡിനെ മാറ്റി തീർക്കുക എന്നുള്ളതാണ്. പട്ടയവുമായി ബന്ധപ്പെട്ടൊരു പോക്കുവരവിൻ്റെ വിഷയം നിൽക്കുന്നുണ്ട്. മുൻ കൗൺസിലർ ശ്രീമതി ബിൻസി അലി ആ പട്ടയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. ചെറിയ 1-2 കാര്യങ്ങൾ കൂടി, അതായത് അതിൻ്റെ റീസർവുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ കൂടി കഴിഞ്ഞാൽ അവർക്ക് ആ പോക്കുവരവ് ചെയ്ത് അവരുടെ പട്ടയം എന്നുള്ള അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകും എന്നുള്ളതാണ്. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലെ 7-ാം വാർഡ് LDF സ്ഥാനാർത്ഥി മുഹമ്മദ് അഫ്സൽ വളരെ വിജയപ്രതീക്ഷയിലാണ്. ക്യാമറമാൻ സുമിത്തിനൊപ്പം ഷൈമോൻ നേശ്ശേരി, BBC ന്യൂസ്. തൊടുപുഴ ഡിവൈൻ മേഴ്സി ഷ്രൈൻ ഓഫ് ഹോളി മേരിയിൽ ദൈവമാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ ആരംഭിച്ചു. തൊടുപുഴ ടൗൺ പള്ളി വികാരി റവറൻഡ് ഡോക്ടർ ജിയോ തടിക്കാട്ട് കൊടിയേറ്റി, തുടർന്ന് ദിവ്യബലി അർപ്പിച്ച് സന്ദേശം നൽകി. ഷ്രൈൻ ഓഫ് ഹോളി മേരി യൂട്യൂബ് ചാനലിൽ തത്സമയം തിരുക്കർമ്മങ്ങൾ ലഭിക്കുമെന്ന് റെക്ടർ ഫാദർ സോട്ടർ പെരിങ്ങാരപ്പള്ളിൽ അറിയിച്ചു. ഡിസംബർ 7 വരെ രാവിലെ 6-നും ഉച്ചകഴിഞ്ഞ് 3:30-നും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. ഡിസംബർ 8-നാണ് പ്രധാന തിരുനാൾ.
പരിശുദ്ധാത്മ ഉമ്മറോയാണ് എന്ന സത്യം പ്രഖ്യാപിച്ചത്. അതിന് മുമ്പ് അതിനുശേഷവും ഈ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം സംശയമുള്ളവർ അതിനെ വിമർശിക്കുന്ന ആളുകളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. കത്തോലിക്ക സഭയിൽ തന്നെ പാരീസിലെ ആർച്ച് ബിഷപ്പ് അന്ന് അക്കാലത്ത് തന്നെ അതിനെതിരായിട്ട് പ്രസ്താവന നടത്തുകയുണ്ടായി. പൗരസ്ത്യ സഭകൾ പലരും പരിശുദ്ധാത്മയെ വഴങ്ങുകയും നമ്മളെ ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മ അമൃതഭൂമിയാണ് എന്നുള്ള വിശ്വാസത്തെ അംഗീകരിക്കാൻ ഉണ്ടാകുന്നില്ല. ആംഗ്ലിക്കൻ സഭയും പ്രകാരം തന്നെ. സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നിയമവിഭാഗം അംഗമായി അഡ്വക്കേറ്റ് എ ജെ വിൽസൺ ചുമതലയേറ്റു. ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്ത സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 5 വർഷമാണ് കാലാവധി. വൈദ്യുതി വകുപ്പ് മന്ത്രി എം എം മണിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചാണ് ചുമതലയേറ്റത്. KSCBയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. തൊടുപുഴ കോടതിയിൽ അഭിഭാഷകനാണ്. നെയ്യശ്ശേരി അർക്കക്കുടിയിൽ കുടുംബാംഗമായ അഡ്വക്കേറ്റ് വിൽസൺ തൊടുപുഴ ഈസ്റ്റിലാണ് താമസിക്കുന്നത്. ഭാര്യ സിജി കേരള ബാങ്ക് ഉദ്യോഗസ്ഥയാണ്. റിച്ചാർഡ്, ഐറിൻ, കരോളിൻ എന്നിവർ മക്കളാണ്. KTUC-M മെമ്പർഷിപ്പ് വിതരണവും കൺവെൻഷനും തൊടുപുഴയിൽ നടന്നു. മാതാ ഷോപ്പിംഗ് ആർക്കേഡിൽ നടന്ന കൺവെൻഷൻ കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. KTUC പ്രസിഡന്റ് AS ജയൻ അധ്യക്ഷത വഹിച്ചു. ഫിലിപ്പ് ചേരിയിൽ, മാത്യൂസ് ജേവൻ, അഡ്വക്കേറ്റ് ജോസി ജേക്കബ്, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. അവരുടെ സംഘടിതമായ പ്രവർത്തനം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാ ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്ക് മേടിച്ചു കൊടുക്കുന്നതിൽ ജയൻ വളരെ ശ്രദ്ധയോട് പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഇനിയുള്ള ഒരു 8-ാം തീയതി തെരഞ്ഞെടുപ്പ് ഈ മേഖലയിൽ. അപ്പോൾ ഈ ദിവസങ്ങളിൽ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ചെണ്ട അടയാളത്തിൽ മത്സരിക്കും. അപ്പോൾ മറ്റത് കൈപ്പറ്റി, പിന്നെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ പോകുന്നു. ഇവിടെയെല്ലാം ഓരോ മേഖല നോക്കുമ്പോൾ പ്രവർത്തിക്കുക. പ്രത്യേകമായി തെരഞ്ഞെടുപ്പ് കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഒറ്റക്കെട്ടായി ഈ വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ് ഇപ്പോൾ നടത്തുന്നത്. ആളെ പറഞ്ഞു പറ്റിയിരിക്കുക. ഇടുക്കി ജില്ലയ്ക്ക് 6,000 കോടിയുടെ പാക്കേജ് കഴിഞ്ഞ വർഷം ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തു. ഒറ്റ പൈസ കൊടുക്കും. പാലായിൽ ചേർത്ത് ആളുടെ കല്യാണത്തിന് ഉറപ്പിക്കാൻ നേരത്ത് പറഞ്ഞു 10 ലക്ഷം രൂപയും 100 പവൻ്റെ ആഭരണം. പിന്നെ അവസാനം പറഞ്ഞു ഈ പറഞ്ഞതല്ലാണ്ട് ഒറ്റ പൈസ കഴിഞ്ഞില്ല. സംസ്ഥാനത്ത് ഉടനീളം നടക്കുന്ന കായകൽപ്പക പരിശോധനകളുടെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകി. കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിലാൽ സമദ് നിർവഹിച്ചു. സംസ്ഥാനത്തുടനീളം നടക്കുന്ന കായകൽപ്പക പരിശോധനകളുടെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ ജില്ലാ ആശുപത്രിയായ തൊടുപുഴ കാരിക്കോട് ഗവൺമെൻറ് ആശുപത്രിയിൽ അതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് ഇന്ന് നേതൃത്വം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ കാലത്തും കോവിഡ് മഹാമാരിയുടെ കടന്നുവരവോടുകൂടി പല ആളുകളും മടിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും യൂത്ത് കോൺഗ്രസും അതിൻ്റെ സന്നദ്ധ പ്രവർത്തകരും അതിശക്തമായി കൊണ്ട് തന്നെ ആ ഭയമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് കോവിഡ് സുരക്ഷാ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വളരെ കൃത്യമായി നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇന്നും കോവിഡ് സുരക്ഷാ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളത്. നേതാക്കളായ അൻസാർ മജീദ്, ജെയ്സൺ തോമസ്, ഹരിനന്ദ്, ബ്ലസൻ ബേബി, അഷ്കർ ഷമീർ, അൻസിൽ റഷീദ് എന്നിവർ നേതൃത്വം നൽകി. തൊടുപുഴ നഗരസഭ 26-ാം വാർഡ് UDF സ്ഥാനാർത്ഥി ജെയ്സൺ ജോർജിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഔതച്ചേട്ടൻ്റെ ഭവനത്തിൽ നടന്നു. KPC ജനറൽ സെക്രട്ടറി റോയ് കെ പൗലോസ്, കേരള കോൺഗ്രസ് ഉന്നതാധികാരി സമിതി അംഗം അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ്, നിഷ സോമൻ, സ്ഥാനാർത്ഥി ജെയ്സൺ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. പുനഃസംഘടന വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് ഈ ജില്ലാതലത്തിലൊന്നും പറ്റത്തൊന്നുമില്ല, എനിക്ക് ഈ ജില്ലയിലൊന്നും കാര്യങ്ങളൊക്കെ പറ്റുന്നില്ല, എനിക്ക് ഈ തൊടുപുഴയിലെ ബ്ലോക്ക് പ്രസിഡന്റ് വരായാൽ മതി. സാധാരണഗതിയിൽ DCCയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന
ഞാൻ എൻ്റെ അടുത്ത ഒരു പുനഃസംഘടന വരുമ്പോൾ DCC പ്രസിഡന്റ് ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്നോടൊപ്പം ഉള്ള TJ ജോസഫ് എന്നോട് പറഞ്ഞത് എനിക്ക് ഈ ജില്ലയിലൊന്നും കരഞ്ഞെടുക്കാൻ പറ്റത്തില്ല, വയ്യ, തൊടുപുഴ ബ്ലോക്ക് പ്രസിഡന്റായിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് DCC വൈസ് പ്രസിഡന്റ് ആയിരുന്ന എന്നോടൊപ്പം ഉണ്ടായിരുന്ന TJ ജോസഫ് ബ്ലോക്ക് പ്രസിഡന്റായിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് ഈ നാട്ടിലെ ആളുകൾക്കറിയാം. എങ്ങനെയാണ് TJ ജോസഫ് ഈ പ്രദേശത്ത് പൊതുപ്രവർത്തനം നടത്തിയിരുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. നിസ്വാർത്ഥമായ പൊതുപ്രവർത്തനം ഈ നാട്ടിലെ ഏത് പൊതുപ്രവർത്തകർക്കും മാതൃകയായി സ്വീകരിക്കാവുന്ന അത്രമാത്രം നിസ്വാർത്ഥമായ ഒരു പൊതുപ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ TJ ജോസഫ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമനുസരിച്ചുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസിൻ്റെ തന്നെ സ്ഥാനാർത്ഥി ഇവിടെ വിജയിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ആത്മാവിനോട് നീതി പുലർത്തണമെങ്കിൽ ആവശ്യമാണ് എന്ന ചിന്തയാണ് എനിക്കുള്ളത്. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. പ്രളയത്തിൽ തകർന്ന വാഴത്തോപ്പിന്റെ പുനർനിർമ്മാണം പൂർത്തീകരിക്കാൻ നേതൃത്വം നൽകിയ ആൻസി തോമസ് വീണ്ടും മത്സരരംഗത്ത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വാഴത്തോപ്പ് ഡിവിഷനിൽ നിന്നുമാണ് ആൻസി ജനവിധി തേടുന്നത്. ജില്ല രൂപീകൃതമായതിനു ശേഷം വാഴത്തോപ്പ് പഞ്ചായത്ത് നേരിട്ട മഹാപ്രളയത്തിന്റെ കാലത്ത് പഞ്ചായത്തിന്റെ പ്രഥമ വനിതയായിരുന്നു ആൻസി തോമസ്. പ്രളയ ദുരിതത്തിൽപ്പെട്ടവർക്കായി ക്യാമ്പുകൾ തുറന്നു നൽകുകയും അവർക്ക് ഭക്ഷണം എത്തിച്ചു നൽകുകയും പിന്നീട് അവരുടെ പുനരധിവാസ പദ്ധതികൾക്ക് രൂപം നൽകിയതും എല്ലാം ആൻസിയുടെ ഭരണകാലത്താണ്. 2 വട്ടം ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കപ്പെട്ട ആൻസി 3-ാം വട്ടം മത്സര രംഗത്തിറങ്ങുന്നത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വാഴത്തോപ്പ് ഡിവിഷനിൽ നിന്നുമാണ്. പ്രളയത്തിൽ തകർന്ന വാഴത്തോപ്പ് പഞ്ചായത്തിലെ കാർഷിക മേഖലയെ പുനർനിർമ്മിക്കുകയും മൃഗങ്ങൾ നഷ്ടപ്പെട്ടവർക്കുൾപ്പെടെ സഹായങ്ങൾ എത്തിച്ചു നൽകുകയും ഭവനരഹിതർക്കായി സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ വീടുകൾ നിർമ്മിച്ചു നൽകുകയും ചെയ്തതിനു പുറമെ പഞ്ചായത്തിലെ 14ഓളം റോഡുകൾ CMLR വഴി നിർമ്മിക്കുവാൻ കഴിഞ്ഞതും ആൻസിയുടെ ശ്രമഫലമായാണ്. വാഴത്തോപ്പ് പഞ്ചായത്ത് ബിൽഡിംഗ് നവീകരണവും പഞ്ചായത്ത് ഓഫീസ് സോളാർ പാനൽ സ്ഥാപിച്ചതും തടിയമ്പാട് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണം ആരംഭിച്ചതും പ്രധാന ടൗണുകളിൽ CCTV സ്ഥാപിച്ചതും ആൻസിയുടെ ഭരണ നേട്ടമാണ്. മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ആൻസി തോമസ് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് കൂടിയാണ്. പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരുന്ന സമയത്താണ് നമ്മളുടെ മഹാപ്രളയം. അതിലൂടെ ജനങ്ങൾക്ക് ഒത്തിരിയേറെ ഭവനങ്ങളും അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളും ഒട്ടേറെ കുടിവെള്ള പദ്ധതികളൊക്കെ നാശനഷ്ടങ്ങളും ഒട്ടേറെ ഉണ്ടായ പഞ്ചായത്താണ് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത്. ആ ഒരു പ്രളയത്തിനുണ്ടായ കെടുതിയിൽ നിന്ന് ജനങ്ങളെ കൈപിടിച്ചുയർത്തുവാൻ ഒട്ടേറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യുവാൻ, എൻ്റെ ഭരണസമിതിക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചു. കൂടുതൽ സന്നദ്ധ സംഘടനകളെ കൊണ്ട് കൂടുതൽ ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുവാനും കുടിവെള്ള പദ്ധതികൾ നഷ്ടപ്പെട്ട മേഖലകളിൽ കുടിവെള്ളം എത്തിക്കുവാനും അതുപോലെ തന്നെ പശ്ചാത്തല മേഖലയിൽ റോഡുകളൊക്കെ പാലങ്ങളും തകർന്നു പോയ സ്ഥലങ്ങളിൽ റോഡുകൾ പണിയുവാനും ഒക്കെയായിട്ട് സാധിച്ചു. കാർഷിക മേഖലയിൽ കൂടുതൽ ഊന്നൽ നൽകുവാനായിട്ട് ഉൽപാദന മേഖലയിൽ പദ്ധതി പൈസ മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചു. പഞ്ചായത്തിന്റെ സോളാർ പാനൽ നമുക്കറിയാം 2018 ഈ നാടും വീടും മൊത്തം ഇരുട്ടായി കഴിഞ്ഞ സമയത്ത് നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് ഇരുട്ടാകാതെ പ്രവർത്തിച്ച ഒരു ഏക ജില്ലാ ആസ്ഥാന പഞ്ചായത്ത് തന്നെ. അത് നമ്മുടെ ഒരു വലിയ നേട്ടമായി അന്ന് ജനങ്ങൾ പറയുകയും കാണുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഉടുമ്പന്നൂർ പെരിങ്ങാശ്ശേരി വെണ്ണിയാനിയിൽ UDFന്റെ വാർഡ് കൺവെൻഷൻ നടന്നു. ശശികുമാർ തേക്കിലക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഉടുമ്പന്നൂർ പെരിങ്ങാശ്ശേരി വെണ്ണിയാനിയിൽ UDFന്റെ വാർഡ് കൺവെൻഷൻ നടന്നു. ശശികുമാർ തേക്കിലക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഇന്ദു സുധാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി ജിജി സുരേന്ദ്രൻ, ഉടുമ്പന്നൂർ പഞ്ചായത്ത് വാർഡ് 9 പെരിങ്ങാശ്ശേരി വാർഡിലെ സ്ഥാനാർത്ഥി ശ്രീകല മധു എന്നിവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ഈ വാർഡിനെ പ്രതിനിധീകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള മുൻ മെമ്പർ ഇപ്പോൾ വണ്ടമറ്റം ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന സിബി ദാമോദരന്റെയും ജില്ലയിലെ മറ്റ് UDF സ്ഥാനാർത്ഥികളുടെയും വിജയത്തിനായി സ്ഥാനാർത്ഥികൾ അഭ്യർത്ഥിച്ചു. മുൻ മെമ്പർമാരായ സിബി ദാമോദരൻ, സോമി അഗസ്റ്റിൻ, രമ്യ റെജി, റിജോ ജോസഫ്, വാർഡ് ബൂത്ത് നേതാക്കൾ എന്നിവർ കൺവെൻഷന് നേതൃത്വം നൽകി. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയെഴുത്താണ് എന്നുള്ളതായ ഒരു വിചാരം എല്ലാവർക്കും ഉണ്ടാകണമെന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിഭാഗത്തിന് അനവധിയായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായിട്ടുള്ള ഒരു സംവിധാനമാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാർഡുകളെയാണ്. ബ്ലോക്കും പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എന്നൊക്കെ പറയുന്നത് കുറേയൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള ചിന്താഗതികൾ അതിനകത്തുണ്ടാവും. പക്ഷേ വാർഡ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞു കാര്യം മതി, പെട്ടെന്ന് അവിടെ വോട്ടിന് ചലനം സംഭവിക്കാനായിട്ട് ചെറിയ കാര്യങ്ങൾ മതി. അത് നമുക്കൊരു കാരണവശാലും
ഈ പെരിങ്ങാശ്ശേരി വാർഡിനെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കാൻ പാടില്ല. ബാല്യകാലങ്ങളിൽ എന്നെ പഠിപ്പിച്ച സത്യാഗുരുവിനെ കുമ്പിടുന്ന കേറിയിടുമോരു ഞാൻ പഠിത്തണ്ടു നേരെ കിഴക്കുമേ തൊട്ടി തന്നിൽ കാട്ടാനകരടി പുലിയെമ്പോത്തുമിങ്ങനെ കടനമൃഗമുള്ളവൻ കാടു തന്നിൽ അവിടെ ആദിവാസം ചെയ്തൊരു പതിക്കനും അവരുടെ നാമവും കേട്ടുകൊള്ളുവിൻ. നന്മുഖനാരായണ ഗുരു സരസ്വതി നെൻപാദം ഞാനിതാ കുമ്പിടുന്നേൻ. കുംഭിമുഖാവനാകുന്ന ഭഗവാന് അൻപോടുതാണു വണങ്ങിടുന്നേൻ. സൽക്കുരു നിൻപാദം അൻപോടു കുമ്പിട്ടു തൽക്കവി ചൊല്ലാൻ തുടങ്ങിടുന്നേൻ. വിദ്യകളേറെ ഗ്രഹിക്കാത്ത ഞാനൊരു തൽക്കവിയായി തുനിഞ്ഞിടുന്നേൻ. വിദ്യകളേറെ ഗ്രഹിച്ചുള്ള മാന്യന്മാർ തെറ്റുകേടുണ്ട് ക്ഷമിച്ചിടണം. പ്രധാന രാഷ്ട്രീയ മുന്നണികളെ വിറപ്പിച്ച് സ്വതന്ത്രന്റെ പടയോട്ടം. വാഴത്തോപ്പ് പഞ്ചായത്ത് 6-ാം വാർഡിൽ റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അവഗണിക്കപ്പെട്ടതോടെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായി. ഇതോടെ നാട്ടുകാർ ഒത്തൊരുമിച്ച് സ്വതന്ത്രനെ രംഗത്തിറക്കുകയായിരുന്നു. വാഴത്തോപ്പ് പഞ്ചായത്ത് രൂപീകൃതമായതിനു ശേഷം ഇരു മുന്നണികളും നിരവധി തവണ ഭരിച്ച വാർഡാണ് കേശവമുനി മുല്ലക്കാനം മേഖലകൾ ഉൾപ്പെടുന്ന 6-ാം വാർഡ്. യാത്രായോഗ്യമായ ഒരു റോഡ് ഈ മേഖലയിൽ ഇല്ല എന്നത് തന്നെയാണ് ഇരു മുന്നണികൾക്കും വോട്ട് ചോദിക്കുവാൻ തടസ്സമാകുന്നത്. യാത്രായോഗ്യമല്ലാതെ മിറ്റൽ കൂനിയായ റോഡാണ് വാർഡിലുടനീളം. മുല്ലക്കാനം മേഖലയിലാകട്ടെ മൺ റോഡുകൾ മാത്രം. ഇതോടെയാണ് സഹികെട്ട നാട്ടുകാർ സ്വതന്ത്രനെ രംഗത്തിറക്കിയത്. ഞങ്ങളുടെ ഈ റോഡിന്റെ അവസ്ഥയൊക്കെ കണ്ട് മനസ്സിലാക്കി 2 രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി ഭരിച്ചൊരു വാർഡായിരുന്നു. ഇലക്ഷന്റെ കാലത്ത് ആൾക്കാർ കടന്നു വരും, വോട്ട് മേടിക്കും, അന്നേരം റോഡ് നന്നാക്കി തരാം, അത് ചെയ്യുക ഇത് ചെയ്യാന്ന് പറയും. ഞങ്ങളുടെ കുഞ്ഞു മക്കൾ പഠിക്കുന്ന ഒരു അംഗൻവാടിയാണ് ഈ കാണുന്നത്. ആ അംഗൻവാടിയിലേക്ക് പോലും പിള്ളേർക്ക് സ്വന്തം കടന്നു ഈ കമ്പിയൊക്കെ കൊണ്ട് അതിങ്ങളുടെ കാല് മുറിഞ്ഞ്, അതുപോലെ ഞങ്ങൾക്ക് ഒരു ആശുപത്രി കേസ് വന്നാൽ തന്നെ ഒന്ന് ഈ വണ്ടി ഒന്ന് പോകാനോ ഒന്നും ഒരു സാഹചര്യമില്ല. ഞങ്ങൾ വന്ന മെമ്പർമാരോടെല്ലാം മാറി മാറി പറഞ്ഞിട്ടുണ്ട് ഈ റോഡിൻ്റെ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം വന്നെന്ന്. ഇതുവരെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇനി രാഷ്ട്രീയം നോക്കാതെ ഞങ്ങളുടെ ഒരു കൊച്ചിനെ നിർത്തി ജയിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് തന്നെ നിർത്തിയതാണ്. ഒരു രാഷ്ട്രീയക്കാർക്കും എതിരായിട്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ചെയ്തതല്ല, ഞങ്ങളുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്ത ഒരു കാര്യം. BJP, കോൺഗ്രസ്, CPI മുന്നണികളുടെ സ്ഥാനാർത്ഥികളാണ് ഒരുപോലെ സ്വതന്ത്രന്റെ കടന്നുവരവോടെ വെട്ടി വീർത്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് രാഷ്ട്രീയ കൊടുങ്കാറ്റിനെ പിടിച്ചുകെട്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അച്ചു എസ് മനയത്ത് നോമിനേഷൻ നൽകിയത്. ഇവിടെ എന്നെ നിർത്താനായിട്ട് ഈ മത്സരിക്കാനായിട്ട് പ്രേരിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കാലാകാലങ്ങളായിട്ട് മാറി വരുന്ന ഓരോ രാഷ്ട്രീയ കക്ഷികളും നേതാക്കന്മാരും എല്ലാവരും ഉണ്ട്. നമ്മുടെ ഈ വഴി കാണുമ്പോൾ തന്നെ അറിയാം, ഇത്രയും ആൾക്കാർ കൂട്ടം കണ്ടില്ലേ, ഇവരെ കാണുമ്പോൾ തന്നെ അറിയാം എന്താ അതിൻ്റെ ഒരു വികാരമെന്ന്. നമ്മുടെ വഴിയും ഇവിടെ കേശവനി എന്ന് പറയുന്നത് ഇവർ നേതാക്കന്മാർ വോട്ടിന് മാത്രമല്ലാതെ ഈ വഴിക്ക് വരാറില്ല. എല്ലാവരും ഒരു പുച്ഛഭാവത്തോടു കൂടിയാണ് കാണുന്നത്. ഞങ്ങൾ വോട്ട് കൊടുത്തല്ലേ ഇവരെല്ലാവരും കയറ്റി വിടുന്നത്. പക്ഷേ ആരും അതിനൊരു മറുപടിയായിട്ട് പിന്നെ വരാറില്ല. അങ്ങനെ ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്താണ് ഞാൻ ഇതിൽ വന്നത്. ഒരു പ്രതിഷേധമായിട്ടാണ്, അല്ലാതെ വേറൊരു പാർട്ടിയോ അങ്ങനെ ഒരു ഇതുമില്ല. നാട്ടുകാരിൽ ബഹുഭൂരിപക്ഷത്തിന്റെയും പിന്തുണയോടെയാണ് അച്ചു എസ് മനയത്ത് മത്സര രംഗത്തിറങ്ങിയത്. നാട്ടിലെ ഏതാവശ്യത്തിനും മുന്നിലുള്ള യുവാക്കളെ പ്രതിനിധീകരിച്ച് രംഗത്തെത്തിയ ഈ ചെറുപ്പക്കാരന് ഓരോ ദിവസവും ജനപിന്തുണ ഏറുകയാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് മുളപ്പുറത്ത് UDFന്റെ നേതൃത്വത്തിൽ വാർഡ് തല സന്ദർശനം നടന്നു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് മുളപ്പുറം 4-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി അനീഷ് കുമാർ കുറ്റിമാകൽ ജില്ലാ പഞ്ചായത്ത് കരിമണ്ണൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി ഇന്ദു സുധാകരനൊപ്പമാണ് സന്ദർശനം നടത്തിയത്. മണ്ഡലം വൈസ് പ്രസിഡന്റ് സിജി മാത്യു വാഴയിൽ, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരായ സൂസി കട്ടയ്ക്കൽ, ബിന്ദു ഐക്കര, മുൻ മെമ്പർ സണ്ണി എബ്രഹാം എന്നിവർ നേതൃത്വം നൽകി. ശരിക്കും ആള് മോഹഭാവം കൊണ്ട് എല്ലാം ഓക്കെ. അവർ ബ്ലോക്ക് ചെയ്തു, അത് കൈപ്പിടിച്ചു, 3 കൈപ്പിടിച്ചു. നിങ്ങളെ കണ്ടില്ല നമ്മുടെ കൊണ്ട് പാഴായി പോകുമല്ലോ. അപ്പം അതുകൊണ്ട് നമ്മുടെ വാർഡ് സ്ഥാനാർത്ഥി കേട്ടോ, ബ്ലോക്ക് സ്ഥാനാർത്ഥി. അപ്പോൾ ഫോട്ടോ കാണുന്ന ആളാണ്. ഞങ്ങളെ കൊണ്ട് അനുഗ്രഹിക്കണം.
ജയിച്ചു വരാൻ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിലെ തൊണ്ടിക്കുഴയിൽ പൊതുസ്ഥലത്ത് രാഷ്ട്രീയ പാർട്ടികൾ പതിപ്പിച്ച പോസ്റ്ററുകൾ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് എത്തി നീക്കം ചെയ്തു. തൊടുപുഴ തഹസിൽദാരുടെ നിർദ്ദേശാനുസരണമാണ് ഉദ്യോഗസ്ഥർ എത്തി നടപടി സ്വീകരിച്ചത്. ഇതിന്റെ ചെലവ് ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളിൽ നിന്നും ഈടാക്കും. UDF വാഴത്തോപ്പ് മണ്ഡലം കൺവെൻഷൻ നടന്നു. പാപ്പൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രധാനമന്ത്രിമാർ ആദ്യം ചിന്തിച്ചത് കർഷകരെക്കുറിച്ചാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കർഷകന്റെ അധ്വാനം കൊണ്ടാണ് രാജ്യം നിലനിൽക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ പ്രധാനമന്ത്രിമാരായിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നതെന്നും ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയും സർക്കാരും ഈ കാര്യങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. UDF വാഴത്തോപ്പ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദ്യം ചിന്തിച്ചത് കർഷകനെ കുറിച്ച് ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ് പറഞ്ഞത്. കാരണം ജവാൻ ജയിക്കണമെങ്കിൽ കർഷകൻ ജയിക്കണം. കർഷകനാണ് പാടുപെടുന്നത്, കർഷകനാണ് മണ്ണിൽ അധ്വാനിക്കുന്നത്, കർഷകന്റെ അധ്വാനം കൊണ്ടാണ് രാജ്യം വളരുന്നത്. ഇത് തിരിച്ചറിഞ്ഞ പ്രധാനമന്ത്രിമാരായിരുന്നു കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാർ. അതുകൊണ്ടാണ് ഹരിത ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള മുദ്രാവാക്യം മുഴങ്ങിയത്. പൈനാവ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ചെയർമാൻ KK മനോജ് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ, ഡീൻ കുര്യാക്കോസ് MP, AICC അംഗം EM ആഗസ്തി, റോയ് K പൗലോസ്, വിനയവർദ്ധൻ ഘോഷ്, AP ഉസ്മാൻ, MD അർജുനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഫീമ ജുവലറിയുടെ 96ാമത് വാർഷികത്തോടനുബന്ധിച്ച് സർപ്രൈസ് ഓഫർ ബമ്പർ ലക്കി ഡ്രോ ഫീമ ജുവൽസ് ശാഖകളിൽ നടന്നു. തൊടുപുഴ ശാഖയിൽ നടന്ന നറുക്കെടുപ്പ് സേവേഴ്സ് ഹോം ഡയറക്ടർ മാത്യു ജെ കുന്നത്ത് നിർവഹിച്ചു. ഭീമ ജുവലറിയുടെ 96ാമത് വാർഷികത്തോടനുബന്ധിച്ച് സർപ്രൈസ് ഓഫർ ബമ്പർ ലക്കി ഡ്രോ ഭീമ ജുവൽസ് ശാഖകളിൽ നടന്നു. തൊടുപുഴ ശാഖയിൽ നടന്ന നറുക്കെടുപ്പ് സേവേഴ്സ് ഹോം ഡയറക്ടർ ഫാദർ മാത്യു ജെ കുന്നത്ത് നിർവഹിച്ചു. സാധാരണഗതിയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന അനാഥാലയങ്ങളിൽ നിശ്ചിത പ്രായം കഴിയുമ്പോൾ അവരെ പറഞ്ഞയക്കുകയാണ് ചെയ്യുക. ഞാൻ സാധാരണഗതിയിൽ അവിടെ നിൽക്കാൻ താല്പര്യമുള്ള സ്ഥാപനത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള പെൺകുട്ടികളെ അവിടെ നിർത്താറുണ്ട്. ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ 7 പേരെ ഞാൻ വിവാഹമഴിച്ചയച്ചു. പക്ഷേ പലപ്പോഴും സ്വർണ്ണക്കടയിൽ പോകേണ്ട ആവശ്യമില്ല, ഞാൻ ആരോടും ചോദിക്കാറുമില്ല. എങ്കിലും വിവരം അറിഞ്ഞുകൊണ്ട് പലരും ആഭരണങ്ങൾ തരാറുണ്ട്. ആദ്യമായിട്ടാണ് 7ാമത്തെ പെൺകുട്ടിയുടെ വിവാഹത്തോടനുബന്ധിച്ച് ഞാനിവിടെ വന്നത്. അതിനു മുൻപ് ഒരു സ്വർണ്ണക്കടയിലും പോകേണ്ട ആവശ്യം എനിക്കുണ്ടായിട്ടില്ല, തരികയായിരുന്നു. ഏതായാലും 96ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ എനിക്ക് വരാൻ സാധിക്കുകയും ചെറിയ ഗിഫ്റ്റ് ചത്രകളൊന്നുമല്ല ലഭിക്കുകയും ചെയ്തു. മാനേജ്മെൻറ്റ്, ഈ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് എന്നെ ക്ഷണിച്ചു. വളരെയേറെ സന്തോഷമുണ്ട്. ഒന്നാം സമ്മാനം കിയ സോനറ്റ് കാറാണ്. വഴുത്തല പാലക്കാത്തടത്തിൽ PG നാരായണനാണ് കാർ സമ്മാനമായി ലഭിച്ചത്. സ്കൂട്ടർ സമ്മാന വിജയികളെ ബെന്നി ശാന്തി, റിജു എന്നിവർ തെരഞ്ഞെടുത്തു. തട്ടേക്കാട് വലിയപറമ്പിൽ മിഥുൻ അനീഷ്, അടിമാലി പള്ളത്തോടി PP ജോയ് എന്നിവർക്കാണ് സ്കൂട്ടർ സമ്മാനമായി ലഭിച്ചത്. മാർക്കറ്റിംഗ് കോർഡിനേറ്റർ ചാൾസ് വി ജോസ്, VM ഷിനിമോൾ, CFO രമാകാന്ത്, ഫിനാൻസ് മാനേജർ S ഗിരീഷ്, ഏരിയ മാനേജർ MR ബിജിലാൽ, ഷിജോ ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. B രാജേഷ്, KC ശരത് ചന്ദ്രൻ, ഗോകുൽ K ഉണ്ണി എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. 1 മാസമായി നടന്നുവന്ന ഭീമ സൂപ്പർ സർപ്രൈസ് ഓഫറിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളാണ് ഉപഭോക്താക്കൾക്ക് നൽകിയത്. കഴിഞ്ഞ വർഷത്തേക്കാൾ നല്ല പ്രതികരണമാണ് ലഭിച്ചതെന്നും മാനേജ്മെന്റ് അറിയിച്ചു. സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനിയുടെ 152ാമത് ഫ്രാഞ്ചൈസിയായി ആര്യശ്രീ അഗ്രോ സൊല്യൂഷൻസ് കരിമണ്ണൂർ പഞ്ചായത്തിൽ കുരുമ്പുപാടത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഇതിന്റെ ഉദ്ഘാടനം കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ സജി മാത്യു നിർവഹിച്ചു.
യഥാർത്ഥ ജൈവകൃഷി പ്രചരിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനിയുടെ 152ാമത് ഫ്രാഞ്ചൈസിയായി ആര്യശ്രീ അഗ്രോ സൊല്യൂഷൻസ് കരിമണ്ണൂർ കുരുമ്പുപാടത്ത് പ്രവർത്തനം ആരംഭിച്ചു. കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ സജി മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. തീർച്ചയായിട്ടും നമുക്കേറെ അഭിമാനിക്കാം. നമ്മുടെ നാട്ടിലും ഈ SPCയുടെ ഒരു യൂണിറ്റ് ആരംഭിച്ചു എന്നതിൽ ഏറെ അഭിമാനിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ സംഘാടകരെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു. സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചതുപോലെ യൂട്യൂബിലും ഒക്കെ ഞാൻ സെർച്ച് ചെയ്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാൻ എനിക്ക് സാധിക്കും. അപ്പോൾ അവർ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുവാനും നമ്മുടെ പുതുതലമുറയ്ക്ക് ഇതിന്റെ ആവശ്യകത മനസ്സിലാക്കുവാനും തീർച്ചയായിട്ടും സാധിച്ചു. ഞാനും ബേസിക്കലി ഒരു കർഷകൻ തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലെ സംരംഭത്തിൽ പങ്കെടുക്കുന്നതിന് എനിക്കും ഏറെ അഭിമാനമാണ്. ഞാനൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നെങ്കിലും ഞാനൊരു കർഷക കുടുംബത്തിൽ ജനിച്ച് കർഷക വൃത്തിയിലൂടെ തന്നെ വളർന്ന അതിലൂടെ ഇന്നും തുടരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ പുതുതലമുറയ്ക്ക് കൊടുക്കേണ്ട ഒരു അഭിമാന ബോധം ഇത് തന്നെയാണ്. കൃഷി ചെയ്യുന്നത് എന്തോ ഒരു കുറച്ചിലാണ് എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹമാണ് കുറെ കാലങ്ങളായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, പാശ്ചാത്യവൽക്കരണത്തിന്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് നമുക്കറിയാം നമ്മൾ ആദ്യകാലത്ത് ബ്രിട്ടീഷുകാരുടെ വരുന്ന മുമ്പ് തന്നെ നമ്മുടെ ഗ്രാമങ്ങൾ ഓരോന്നും സ്വയം പര്യാപ്തമായിരുന്നു. നമ്മുടെയൊക്കെ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പലരുടെയും ചെറുപ്പകാലത്ത് ഞങ്ങളെന്നോ അല്ലെങ്കിൽ പോലെ ഇരിക്കുന്ന പലരുടെയും ചെറുപ്പകാലത്ത് കടയിൽ പോയി സാധനം വാങ്ങിക്കുന്നവരുടെ എണ്ണം. പ്രമുഖ സൈക്കോളജിസ്റ്റും മൈൻഡ് ട്രെയിനറും ഇഞ്ചിയാനി ഗവൺമെന്റ് സ്കൂൾ ഹെഡ്മാസ്റ്ററുമായ ബിജു ടി കോലോത്ത് അധ്യക്ഷത വഹിച്ചു. ഉടുമന്നൂർ VFPCK ട്രഷറർ സ്റ്റാനിസ്ലാവോസ് പറയനിലത്തിന്റെ കയ്യിൽ നിന്നും കരിമണ്ണൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജോയി അഗസ്റ്റിൻ വെള്ളാപ്പള്ളിൽ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. ഓർഗാനിക് ഫാർമർ ജോർജ് ലോനപ്പൻ പറയനിലം, ചിപ്പി ബിജു എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ജീവനുള്ള മണ്ണ് വരും തലമുറയ്ക്ക് എന്നതാണ് കമ്പനിയുടെ മുദ്രാവാക്യം. SPCയുടെ മേക്ക് ഇന്ത്യ ഓർഗാനിക് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ ഫ്രാഞ്ചൈസികൾ തുറന്നിട്ടുള്ളത്. മണ്ണിന്റെ ജീവാംശം നിലനിർത്തിക്കൊണ്ട് ഓരോ വിളയ്ക്കും ഏറ്റവും അനുയോജ്യമായതും ശാസ്ത്രീയമായി വികസിപ്പിച്ചതുമായ ഓർഗാനിക് വളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ജൈവകൃഷി യാഥാർത്ഥ്യമാക്കി വിഷരഹിതമായ ഭക്ഷണം ലഭിക്കുന്നതിന് സാഹചര്യമൊരുക്കുക എന്നതിനാണ് SPC ഊന്നൽ നൽകുന്നത്. തികച്ചും സൗജന്യമായി മണ്ണിന്റെ pH മൂല്യം നിർണ്ണയിച്ചു നൽകുവാനുള്ള സൗകര്യവും ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. യഥാർത്ഥ ജൈവകൃഷിക്ക് പ്രചാരം നൽകുന്നതിനായി കർഷകർക്ക് തികച്ചും സൗജന്യമായി സെമിനാറുകളും കമ്പനി നടത്തിവരുന്നു. തൊടുപുഴ നഗരസഭയിലെ നടുക്കണ്ടം 30ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി സിബി ജോസഫിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് 30ാം വാർഡിലെ വിവിധ പ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി. ലക്ഷംവീട് കോളനിയിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ സിബി ജോസഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയപരമായ നിലപാടുകളെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പൊതുവായ മുദ്രാവാക്യത്തെ സംബന്ധിച്ചുമൊക്കെ ഇതിനോടകം തന്നെ ചർച്ചയായിരുന്നു. നാട്ടിലെ സമസ്ത വിഭാഗം ആളുകൾക്കും ബോധ്യവുമുള്ളതാണ്. ഇതൊരു തികഞ്ഞ രാഷ്ട്രീയ പോരാട്ടമാണ്. അതോടൊപ്പം തന്നെ നാടിൻ്റെ പ്രാദേശിക വികസന കാര്യങ്ങളിൽ ഏറ്റവും ആത്മാർത്ഥതയുള്ള സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ അവസരവുമാണ്. ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രിയങ്കരനായ ശ്രീ സിബി ജോസഫിന് ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടെ കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. രാവിലെ ഞങ്ങൾ ഊട്ടി വെച്ചു സ്ഥാനാർത്ഥിക്ക് മുന്നോട്ട് കയറി. അപ്പൊ എല്ലാ സഹായം നമ്മുടെ സ്ഥാനാർത്ഥി ഊട്ടി വെച്ച് വന്നാ വന്നില്ല. അതിലൊരു 25-26 നമുക്ക് അനുകൂലം കോണ്ടാക്ട് ഉണ്ട്. സഭകൾ ഈ ലക്ഷംപേര് പോലുള്ള വോട്ടർമാരും ജനാധിപത്യ വിശ്വാസികളും കാണുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലാ പഞ്ചായത്ത് മൂലമറ്റം ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി പ്രൊഫസർ MJ ജേക്കബിൻ്റെ
തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൂലമറ്റത്ത് നടന്ന കുടുംബസംഗമം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം തൊടുപുഴയിൽ നടന്നു. പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ എന്നിവർക്കുള്ള പരിശീലനമാണ് നടന്നത്. തൊടുപുഴ ഡിവൈൻ മേഴ്സി ശ്രൈൻ ഓഫ് ഹോളി മേരിയിൽ ദൈവമാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ ആരംഭിച്ചു. തൊടുപുഴ ടൗൺ പള്ളി വികാരി റവറൻഡ് ഡോക്ടർ ജിയോ തടിക്കാട്ട് കൊടിയേറ്റി. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിലെ തൊണ്ടിക്കുഴിയിൽ പൊതുസ്ഥലത്ത് രാഷ്ട്രീയ പാർട്ടികൾ പതിപ്പിച്ച പോസ്റ്ററുകൾ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് എത്തി നീക്കം ചെയ്തു. ആനയും കടുവയും കാട്ടുപോത്തുകളുമുള്ള വനത്തിലൂടെ പകൽ മുഴുവൻ നടന്ന് ഉടുമ്പന്നൂരിലെത്തി വോട്ട് ചെയ്ത ഓർമ്മയാണ് കഞ്ഞിക്കുഴി ഇഞ്ചപ്പാറയിലെ ആദിവാസി മുത്തശ്ശി മുണ്ടിയമ്മയ്ക്കുള്ളത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്. It's time to change. നിങ്ങൾക്ക് ഈ ജ്വല്ലറി നന്നായി ചേരും. ആക്ച്വലി ഇതെന്റെ മരുമോൾക്കാണ്. സെയിം പീസ് വേണ്ടിയിട്ടാണ്. I like it. One India, one gold rate. ഇതാണ് മലബാർ പ്രോമിസ്. തൊടുപുഴയുടെ ഹൃദയഭാഗത്ത് പ്രകൃതിയുടെ മടിത്തട്ടിൽ സുഖകരമായ താമസത്തിന് സിനമൺ കൗണ്ടി. ആദം സ്റ്റാർ കോംപ്ലക്സിന് സമീപം കല്യാൺ ജ്വല്ലറിക്ക് എതിർവശം തൊടുപുഴ. റോയൽ എന്നും നിങ്ങളോടൊപ്പം എല്ലാവിധ ഗൃഹോപകരണങ്ങളുടെയും വിശാലമായ ഷോറൂം. റോയൽ ഫാമിലി ഷോപ്പ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം തൊടുപുഴ. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ജുവൽ ജംഗ്ഷൻ, തൊടുപുഴ. എങ്ങനെ നോക്കിയാലും സുരക്ഷിതം. ഡ്യൂട്ടൺ LED ലൈറ്റിംഗ് ലൈവ്. തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഭാഗമായ വിമല കിൻഡർ ഗാർഡനിൽ 2021-22 അധ്യയന വർഷത്തേക്കുള്ള LKG UKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആപ്ലിക്കേഷൻ ഫോംസ് കിൻഡർ ഗാർഡൻ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 100% 916 BIS ഹോൾമാർക്ക് ജുവലേഴ്സ്, പറയംചാലിൽ ജുവലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സഹകരണ മേഖലയിൽ പൊതുജനങ്ങൾക്ക് ആംബുലൻസ് സേവനവുമായി ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം മുന്നോട്ട്. സേവനത്തിനായി വിളിക്കേണ്ട നമ്പർ 830 101 2000. മറ്റൊരു നമ്പർ 830 101 3000. ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം എന്നും ജനങ്ങൾക്കൊപ്പം. firstcry.com ഇപ്പോൾ തൊടുപുഴയിലും. ബിഗ് സ്റ്റോർ ഫോർ ലിറ്റിൽ വൺസ്. firstcry.com, Affinity Towers, കോതായിക്കുന്ന് ബൈപ്പാസ് റോഡ്, തൊടുപുഴ. ഫോൺ 8156885656. സിമ്പിൾ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെയും ഈ ജുവൽ ശേഖരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. BIS 916 ഹോൾമാർക്ക് ജ്വല്ലറി, JK ജുവൽസ്, ഓപ്പോസിറ്റ് TDM ഷൂ മാർട്ട്, തൊടുപുഴ.